ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KTU 2024 സ്കീം ബിടെക് S1 മാത്സ് ഗ്രൂപ്പ് ബി ആൻഡ് സി ആണ്. PYQ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 1 ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് 2 1 -1 0 3 -2 2 4 -3. അതായത് റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ്. അപ്പോൾ അതിന് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം അതിനെ റോ എക്ലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്താണ് റോ എക്ലോൺ ഫോം? ഫസ്റ്റ് എലമെന്റ് 1, അതിന്റെ താഴെയുള്ള എലമെന്റ്സ് എല്ലാം 0, then its diagonal next diagonal element is 1 and then its below element 0 ആവണം. അങ്ങനെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1ഉം അതിന് തൊട്ട് താഴെ വരുന്ന എലമെന്റ്സ് എല്ലാം 0 ആയി കഴിഞ്ഞാലാണ് റോ എക്ലോൺ ഫോം ആവുന്നത്. അപ്പോൾ ഇതിൽ നോക്കൂ, ഫസ്റ്റത്തെ എലമെന്റ് ഇവിടെ ഈ മെട്രിക്സ് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവിടെ 2 1 -1 ആണ്. തേർഡ് റോയിലും 2 4 -3 ആണ്. അപ്പോൾ R1 -R3 ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ R3 -R1 ചെയ്താൽ ഈ ടേം 0 ആയി പോകും. 2 - 2 0 ആയി പോകും. അപ്പോൾ നമുക്ക് ആ റോ ഓപ്പറേഷൻ നടത്തണം. R3 ചേഞ്ചസ് ടു R3 -R1. അപ്പോൾ 2 - 2 0, 4 -1 3, -3 -1 that is -3 + 1 that is -2. ഇനി നമുക്ക് ഇത് 1 ആക്കുന്ന നിർബന്ധമില്ല. നമുക്ക് നോൺ സീറോ റോസ് കൗണ്ട് ചെയ്താൽ മതി. ഇനി അടുത്ത ഡയഗണൽ എലമെന്റ് അപ്പോൾ ഇതെന്താണ്? 3 ആണ്. തൊട്ട് താഴെ എലമെന്റും 3 ആണ്. നമുക്ക് ഈ ഡയഗണൽ എലമെന്റ് തൊട്ട് താഴത്തെ എലമെന്റ് 0 ആക്കണം. അതാണ് നമ്മുടെ എയിം. അപ്പോൾ അതിന് എന്ത് ചെയ്താൽ മതി? റോ ഓപ്പറേഷൻ തന്നെ R3 ചേഞ്ചസ് ടു R2 ചെയ്താൽ മതി. R3 -R2 ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? 3 0 -0 0, 3 -3 0, -2 -2 0. അപ്പോൾ ഈ റോ മൊത്തം 0 ആയി പോയി. നോൺ സീറോ റോസ് എത്രയുണ്ട്? 1 2, 2 റോ മാത്രമാണ് നോൺ സീറോ റോസ് ഉള്ളത്. അപ്പോൾ റാങ്ക് ഓഫ് ദ ഗിവൺ മെട്രിക്സ് ഈസ് 2 ആണ്. നെക്സ്റ്റ്, ഫൈൻഡ് ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ് ഓഫ് 1 2 0 3 മെട്രിക്സ്. അപ്പോൾ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും ആണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്ത ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുക? ഡിറ്റർമിനന്റ് A - lambda I = 0 എന്നുള്ളത് ഇക്വേഷൻ. ദാറ്റ് ഈസ് A എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മെട്രിക്സ് ആണ്. അതിലെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 - lambda ആയിട്ട് മാറും. 1 - lambda അല്ല, A - lambda. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എലമെന്റ് 1 ആണ്. അപ്പോൾ 1 - lambda. നെക്സ്റ്റ് ഡയഗണൽ എലമെന്റ് 3 ആണ്. അത് 3 - lambda ആയിട്ട് ചേഞ്ച് ചെയ്യും. ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 - lambda × 3 - lambda -2 × 0 ദാറ്റ് ഈസ് 0. എന്നിട്ട് ഇതിൽ നിന്ന് ഞാൻ -2 ടേമിനും പുറത്തെടുത്താൽ lambda -1 × lambda -3 = 0 എന്ന് എഴുതാം. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? ലാംഡ സ്ക്വയർ മൈനസ് -1 -3 ആഡ് ചെയ്താൽ -4 lambda മൾട്ടിപ്ലൈ ചെയ്താൽ +3 = 0. ഇത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ്. അതിന്റെ റൂട്ടാണ് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാംഡ സ്ക്വയർ -4 lambda + 3 = 0ന്റെ റൂട്ട്സ് ഏതൊക്കെയായിരിക്കും? 1ഉം 3ഉം ആയിരിക്കും അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3ഉം ആഡ് ചെയ്യുമ്പോൾ -4ഉം കിട്ടണമെങ്കിൽ 1ഉം 3ഉം ആയിരിക്കും. ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ലാംഡ = 1, 3 ആണ്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഐഗൻ വാല്യൂസ് കണ്ടുപിടിച്ചു. ഇനി ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുലയുണ്ട്. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് മെട്രിക്സ് A - lambda I × X = 0 എഴുതുക. ആ ഇക്വേഷൻ എഴുതിയിട്ട് അതിലെ നമുക്ക് കിട്ടിയ ഐഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എഴുതാം. അതായത് ഇപ്പോൾ A - lambda I എന്ന് പറഞ്ഞാൽ 1 - lambda 2 0 3 - lambda ആണ്. X എന്ന് പറയുന്നത് x1 x2 = 0 0. അപ്പോൾ ലാംഡ = 1 കൊടുക്കുമ്പോൾ ഈ A - lambda I എന്തായി മാറും? ലാംഡയ്ക്ക് 1 കൊടുത്താൽ 1 - 1 0, 3 - 1 2. ഇനി x1 x2. അപ്പോൾ ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? രണ്ട് റോസും സെയിം ആണ് അല്ലേ? 0 2 0 2. അപ്പോൾ 2x2 = 0 എന്ന് വരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക? 0 × x1 + 2 × x2. അത് തന്നെ താഴെയും വരും. അപ്പോൾ 2x2 which is equal to 0 ആണ്. ദാറ്റ് ഈസ് x2 = 0. x1 ഏത് വാല്യൂ വേണമെങ്കിലും വരാം. നമുക്ക് x1 1 എന്നുള്ള വാല്യൂ ചൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഐഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ = 1 എന്ന് പറയുന്നത് എന്താണ്? x1 x2 ദാറ്റ് ഈസ് 1 0 ആണ്. ഇതേപോലെ ഐഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ = ഏതിന് കണ്ടുപിടിക്കണം? 3ക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഫോർ ലാംഡ = 3 മെട്രിക്സ് A - lambda I × X = 0 ആണ്. ദാറ്റ് ഈസ് 1 - 3 2 0 3 - 3 x1 x2 = 0 0. 1 - 3 എന്ന് പറഞ്ഞാൽ -2 ആണ്. ഇത് 2 തന്നെ 0 3 - 3 0 ആണ്.
x1 x2 equal to 0 0 വന്നു. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും -2x1 + 2x2 equal to 0. അതിൽ നിന്നും നമുക്ക് എന്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -2x1 equal to -2x2 വരും. ദാറ്റ് ഈസ് 2 2 കട്ടായി പോകും. x1 equal to x2. x1 1 ആണെങ്കിൽ x2 1 തന്നെ കിട്ടും. അപ്പോൾ ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു λ equal to 3 എന്ന് പറഞ്ഞാൽ v2 equal to 1 1. അപ്പോൾ നമ്മൾ ഐഗൺ വാല്യൂസ് കണ്ടുപിടിച്ചു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടറും കണ്ടുപിടിച്ചു. Next, find the value of mu for which the system of equations x plus y plus z equal to 1 at x plus 2y plus 3z equal to mu x plus 5y plus 9z equal to mu square is consistent. For each value of mu obtained, find the solution of the system. അപ്പോൾ സിസ്റ്റം കൺസിസ്റ്റന്റ് ആവുന്ന മ്യൂവിന്റെ ഏത് വാല്യൂലാന്ന് ആദ്യം കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞാൽ ആ മ്യൂവിന്റെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷനും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സിസ്റ്റത്തിന് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ മെട്രിക്സ് ഫോമിലോട്ട് എഴുതുകയാണെങ്കിൽ ax equal to b എന്ന് എഴുതിയാൽ വെക്ടറിക്സ് a എന്ന് പറയുന്നത് കോഎഫിഷ്യൻസ് ആണ്. തന്നിരിക്കുന്ന ഇക്വേഷൻസിലെ എക്സ് വൈ സെഡിന്റെ കോഎഫിഷ്യൻസ് ആണ്. ദാറ്റ് ഈസ് 1 1 1 x plus y plus z equal to 1 ലെ 1 1 1 b എന്ന് പറയുന്നത് ഫൈൻഡ് RHSലുള്ള ടേം 1 x plus 2y plus 3z 1 2 3 സെക്കൻഡ് റോ 1 2 3 mu ആണ്. അടുത്ത x plus 5y plus 9z 1 5 9 1 5 9 mu square. x എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് നോൺ വേരിയബിൾ ആയിട്ട് വന്നുള്ളത് എക്സ് വൈ സെഡ്. അപ്പോൾ എക്സ് വൈ സെഡ്. ഇനി ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി എന്ന് പറഞ്ഞാൽ ഈ എയും മെട്രിക്സ് ബിയും ഒരുമിച്ച് എഴുതുക. അപ്പോൾ 1 1 1 1 1 2 3 mu 1 5 9 mu square ആണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതിൽ നമ്മൾ മെട്രിക്സ് ഓപ്പറേഷൻ നടത്തിയിട്ട് നമ്മൾ റോ എക്കലോൺ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് കൺസിസ്റ്റന്റ് ആവാനുള്ള മ്യൂവിന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ സിസ്റ്റം ആദ്യം നമുക്ക് ഫസ്റ്റ് റോ 1 1 1 1 ആണ്. അപ്പോൾ സെക്കൻഡ് നമ്മൾ എന്താ ചെയ്യാം, ഇതിന്റെ സെക്കൻഡ് റോയിലെ ഈ എലമെന്റ് 0 ആവണം, തേർഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 0 ആവണം. അതിന് വേണ്ടി ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി. R2 ചേഞ്ചസ് ടു R2 മൈനസ് R1, R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. അപ്പോൾ ഇവിടെ എല്ലാം 0 വന്നു. 2 minus 1 1, 3 minus 1 2, mu minus 1, then 1 minus 1 0, 5 minus 1 4, 9 minus 1 8, mu square minus 1. ഇനി എനിക്ക് വേണ്ടത് എന്താണ്, ഈ 4 0 ആവണം. 4 0 ആവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, R3 ചേഞ്ചസ് ടു R3 മൈനസ് 4 R2, R3 മൈനസ് 4 R2 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 4 മൈനസ് 4 0 വരും. 8 മൈനസ് 4 ഇൻറ്റു 2 8 മൈനസ് 8 0 വരും. mu square minus 1 minus 4 mu 1 ആണ്. അതാണ് ഓപ്പറേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് mu square minus 1 minus 4 mu minus minus plus 4 mu square minus 4u plus 3 വരും. ഓക്കെ, ഇനി സിസ്റ്റം കൺസിസ്റ്റന്റ് ആവണമെന്നുണ്ടെങ്കിൽ റോഡ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി ആണ്. റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആയിരിക്കണം. അതായത് റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് എയുടെ റാങ്ക് എന്താണ്, നോൺ സീറോ. എ എന്ന് പറയുന്നത് ഇവിടം വരെയുള്ളൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതാണ് റാങ്ക് ഓഫ് എ. നമ്പർ ഓഫ് നോൺ സീറോ റോസ് 1 ഉം 2 ആണ്. റാങ്ക് ഓഫ് എ 2 ആണ്. അങ്ങനെയാണെങ്കിൽ റാങ്ക് ഓഫ് എ ബിയും 2 തന്നെ വരണം. അതായത് ഈ ടേം എന്ന് പറയുന്നത് 0 ആവണം. അപ്പോൾ ഇത് 0 ആവാണ്ട് മ്യൂവിന്റെ വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. mu square minus 4 mu plus 3 equal to 0 ആവേണ്ട എപ്പോഴാണ്, ഫാക്ടറൈസ് ചെയ്താൽ mu minus 1 into mu minus 3 equal to 0. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ plus 3, ആഡ് ചെയ്യുമ്പോൾ minus 4. അതായത് mu equal to 1 or mu equal to 3. ഇനി mu equal to 1 ആണെങ്കിൽ ഓഗ്മെന്റഡ് മെട്രിക്സ് എങ്ങനെയാവും, mu equal to 1 ആണെങ്കിൽ 1 ഇവിടെ 1 വരും, ഇവിടെയും 1 വരും. ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി ആണ് ചോദിച്ചിട്ടുള്ളത്. mu equal to 1 ആയി കഴിഞ്ഞാൽ 1 that is equal to നമുക്ക് ഈ മെട്രിക്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്, ഫസ്റ്റത്തെ അല്ല, സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള ഫോർമാറ്റ്. അപ്പോൾ mu minus 1 1 minus 1 ഇവിടെ 0 വരും. mu square minus 4 mu plus 3 എന്ന് പറയുന്നത് എന്ത് വരും, mu equal to 1 കൊടുത്താൽ 0 വരും, കാരണം അത് അതിന്റെ ഫാക്ടർ ആണ്. അപ്പോൾ എന്തായാലും അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ 0 ആയിരിക്കും വരിക. അപ്പോൾ ഓഗ്മെന്റഡ് മെട്രിക്സ് ഇങ്ങനെ വന്നു. ഇനി അതിന്റെ സെക്കൻഡ് റോയിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, y plus 2z equal to 0 എന്ന് എഴുതാം. അതെങ്ങനെയാണ് എഴുതുന്നത്, ഈ ഫസ്റ്റ് കോളം എക്സും സെക്കൻഡ് കോളം വൈയും തേർഡ് കോളം സെഡും ഇത് RHSലുള്ള ടേമുമാണ്. അപ്പോൾ ഇത് അല്ലേ, ഇത് മെട്രിക്സ് ബി അല്ലേ, ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി അല്ലേ. അപ്പോൾ എക്സിന്റെ കോഎഫിഷ്യൻസ് ആണ് ഇത് വൈയുടെ, ഇത് സെഡിന്റെ. അപ്പോൾ വൈയുടെ കോഎഫിഷ്യൻ ആയിട്ടുള്ള 1 1 into y plus 2 into z equal to 0. y plus 2z equal to 0. From that we get y equal to minus 2z. ഫസ്റ്റ് റോ നമുക്ക് എന്ത് കിട്ടും, x plus y plus z equal to 1 കിട്ടും.
അതായത് എക്സിനെ ഇൻ ടേംസ് ഓഫ് സെഡിൽ എഴുതിയാൽ എക്സ് ഈക്വൽ ടു 1 മൈനസ് വൈ മൈനസ് സെഡ്, വൈ ഈക്വൽ ടു മൈനസ് 2z ആണ്, മൈനസ് മൈനസ് പ്ലസ് 2z മൈനസ് സെഡ്. 2z മൈനസ് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് ആണ്, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് സെഡ്. നമുക്ക് സെഡിന് ഒരു ആർബിട്രറി വാല്യൂ കൊടുത്താൽ എ കൊടുത്താൽ എക്സ് എന്താവും 1 പ്ലസ് എ വൈ മൈനസ് 2a. ഓക്കെ, അതാണ് അതിന്റെ സൊല്യൂഷൻ. ഓക്കെ, മ്യൂ ഈക്വൽ ടു 1 ആവുമ്പോൾ. ഇനി മ്യൂ ഈക്വൽ ടു 3 ആയി കഴിഞ്ഞാലോ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2ഉം ഇവിടെ 0യും വരും. മ്യൂ മൈനസ് 1, 3 മൈനസ് 1 2 വന്നു, ബാക്കി എലമെന്റ്സിലൊന്നും ചേഞ്ചസ് വരില്ല. അപ്പൊ ഇതിലെ സെക്കൻഡ് റോയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ y പ്ലസ് 2z ഈക്വൽ ടു 2 ആണ്, ദാറ്റ് ഇസ് y ഈക്വൽ ടു 2 മൈനസ് 2z ആണ്. ഫസ്റ്റ് റോ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 1 ആണ്, എക്സ് ഈക്വൽ ടു 1 മൈനസ് വൈ മൈനസ് സെഡ്, ദാറ്റ് ഈസ് 1 മൈനസ് 2 പ്ലസ് 2z മൈനസ് സെഡ്, ദാറ്റ് ഈസ് മൈനസ് 1 പ്ലസ് സെഡ് വരും എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ സെഡിനെ എ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ വൈ എക്സ് ഈക്വൽ ടു എ മൈനസ് 1 വരും അല്ലേ. എക്സ് ഈക്വൽ ടു 1 സെഡ് മൈനസ് 1, ദാറ്റ് ഈസ് സെഡ് ഈക്വൽ ടു എ ആണ്, എ മൈനസ് 1. y equal to 2 minus 2z, that is 2 minus 2a. അപ്പോൾ അതാണ് മ്യൂ ഈക്വൽ ടു 3 ആകുമ്പോഴുള്ള സൊല്യൂഷൻ. a minus 1, 2 minus 2a, a എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയഗണലൈസ് 1 0 1 0 3 2 0 0 2. തന്നിരിക്കുന്ന മെട്രിക്സ് ഒരു അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ഡയഗണൽ എൻട്രീസ് ആയിരിക്കും. ഓക്കെ, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൽ ഡയഗണൽ വാല്യൂസ് ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലിമെന്റ്സ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ഏതാണ്? ലാംഡ 1 1 1 3 2, ലാംഡ ഈക്വൽ ടു 1 3 2 ആണ്. ഇനി ഐഗൺ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ഓരോന്നും കണ്ടുപിടിക്കുക. ലാംഡ 1 ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ മെട്രിക്സ് എ മൈനസ് ലാംഡ 1 ഐ എക്സ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് എ എന്ന് പറയുന്നത് ഇതാണ്. അതിന്റെ മൈനസ് ലാംഡ 1 ആണ് 1, അപ്പൊ 1 മൈനസ് 1 0, 3 മൈനസ് 1 2, 2 മൈനസ് 1 1. ഡയഗണൽ എലമെന്റ് അത് മാറും, ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം അതുപോലെ തന്നെ നിൽക്കും. ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു 0 0 0, ഈക്വൽ ടു 0 ആയ കാരണമാണ് ഇവിടെ 0 0 0. ഇതിൽ തന്നെ x3 ഈക്വൽ ടു 0 വരും, then 2x2 പ്ലസ് 2x3 ഈക്വൽ ടു 0, അപ്പൊ x2 ഈക്വൽ ടു അഗൈൻ 0. then x1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? നമുക്ക് ആർബിട്രറി വാല്യൂ 1 എടുക്കാം. അപ്പൊ x1 എന്ന് പറഞ്ഞാൽ 1 0 0 ആണ്. ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ 1 ഈക്വൽ ടു 1 ഈസ് 1 0 0. ഇനി ഇതേപോലെ ലാംഡ 2 ഈക്വൽ ടു 3, ലാംഡ 3 ഈക്വൽ ടു 2 ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഫോർ ലാംഡ 2 ഈക്വൽ ടു 3 ആകുമ്പോൾ 1 മൈനസ് 3, 3 മൈനസ് 3, 2 മൈനസ് 3. എ മൈനസ് ലാംഡ ആയില്ലേ, അപ്പൊ ഡയഗണൽ എലമെന്റ്സിലാണ് ആ ചേഞ്ച് വരുന്നത്. അപ്പൊ അവിടെ -2 0 -1, ബാക്കി എലമെന്റ്സ് എല്ലാം സെയിം തന്നെ. ഇനി അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? -x3 ഈക്വൽ ടു 0 -2x1 പ്ലസ് x3 ഈക്വൽ ടു 0. അപ്പൊ x1 ഈക്വൽ ടു 0 വരും. ദെൻ x2നെ ഞാൻ 1 എന്ന് എഴുതിയാൽ x2 ഈക്വൽ ടു എന്ത് വരും? 0 1 0. അതാണ് ലാംഡ 2 ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് ആണ് 0 1 0. ഇനി ലാംഡ 3 ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ആണെങ്കിൽ എന്ത് വേണം? ഡയഗണൽ എലമെന്റ്സ് 1 മൈനസ് 2, 3 മൈനസ് 2, 2 മൈനസ് 2. 1 minus 2 minus 1, 3 minus 2 1, 2 minus 2 0. അപ്പൊ എന്ത് വരും? -2x3 plus x2, 2x3 plus x2 equal to 0, x2 equal to -2x3 minus x1 plus x3 equal to 0, x1 equal to x3. അപ്പൊ x3ക്ക് ഒരു വാല്യൂ എടുത്തു കഴിഞ്ഞാൽ x2 -2 വരും, -2x3 അല്ലേ. അപ്പൊ x3 1 ആണെങ്കിൽ -2 into 1, -2 x1 equal to 1. അപ്പോൾ x1 ഈക്വൽ ടു x3 കാരണമാണ് രണ്ടും ഈക്വൽ ആയത്. അപ്പൊ x3 എന്ന് പറഞ്ഞാൽ 1 -2 1, ദാറ്റ് ഈസ് ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ 3 ഈക്വൽ ടു 2 ഈസ് 1 -2 1. ദെൻ മോഡൽ മെട്രിക്സ് എന്ന് പറയുന്നത് p ഈക്വൽ ടു കോളം, ഈ കിട്ടിയ നമ്മൾ ഐഗൺ വെക്ടേഴ്സിനെ എല്ലാം കോളം വെക്ടേഴ്സ് ആയിട്ട് എഴുതിയാൽ മതി. x1 x2 x3 1 0 0 0 1 0 1 -2 1 എന്നിട്ട് എഴുതിയാൽ മതി. ഈ മോഡൽ മെട്രിക്സ് പിയിൽ നിന്നാണ് പി ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. പി ഇൻവേഴ്സ് പറഞ്ഞാൽ അഡ്ജോയിന്റ് പി ബൈ ഡിറ്റർമിനന്റ് പി ആണ്. അത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 0 -1 0 1 2 0 0 1. ഇതിന്റെ ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഇൻവേഴ്സ് എ പി ആണ്. അതായത് പി ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 0 -1 0 1 2 0 0 1 ആണ്. എ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മെട്രിക്സ്, പി എന്ന് പറഞ്ഞാൽ ഈ എക്സ് തന്നിരിക്കുന്ന മെട്രിക്സ്. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക എന്തായിരിക്കും? ആ ഐഗൺ വാല്യൂസ് ഡയഗണൽ എലമെന്റ്സ് ആയിട്ടുള്ള ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും കിട്ടുക. അതാണ് 1 0 0 0 3 0 0 0 2. ഓക്കെ,
ഇതോടെ നമ്മൾ മൊഡ്യൂൾ 2ന്റെ പ്രോബ്ലംസ് എല്ലാം മൊഡ്യൂൾ 2 അല്ല മൊഡ്യൂൾ 1ലെ പ്രോബ്ലംസ് എല്ലാം ചെയ്തിരിക്കുകയാണ്. ഗ്രൂപ്പ് എയുടെ മാത്സിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.